ഹലോ, എൻ്റെ പേര് ഫാരിസ്. ഞാൻ ബേസിക്കലി കണ്ണൂരിൽ നിന്നാണ്. ഇപ്പോൾ ഞാനുള്ളത് വാർസോയിലാണ്, പോളണ്ടിൽ. ആൻഡ് ഇപ്പോൾ ഇവിടെ മോർണിംഗ് ആണ്. അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട്. ആദ്യമായിട്ടാണ് വ്ളോഗ് ചെയ്യുന്നത്. എന്തെങ്കിലും പ്രോബ്ലം കുറവുകൾ ഉണ്ടെങ്കിൽ അറിയിക്കുക. നെക്സ്റ്റ് ടൈം തൊട്ട് റെക്ടിഫൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ വ്ളോഗ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന എൻ്റെ ജേണി വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വെൽക്കം ടു ഓഫ് സ്ക്രിപ്റ്റ് ബൈ ഫാരിസ്. അപ്പോൾ ഇന്നിപ്പോൾ മാർച്ച് 13th. ഞാനിവിടെ എത്തിയത് മാർച്ച് 11th. ആൻഡ് 32 days ആയിട്ടേ ഉള്ളൂ. ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ടാണ് ഞാൻ പോളണ്ടിലേക്ക് വന്നിട്ടുള്ളത്. വിസ്റ്റുല യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സ് ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണ് എൻ്റെ കോഴ്സ്. എൻറോൾഡ് ആയിട്ടില്ല. ഇന്ന് പോയിട്ട് കോളേജിൽ എൻറോൾ ചെയ്യണം. എന്നിട്ട് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയും എങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഞാനും പഠിച്ചു വരുന്നേ ഉള്ളൂ. അതൊക്കെ നമുക്ക് വരും വീഡിയോകളിലായിട്ട് കാണാം. ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്ന ഒരു ചെറിയ ജേണി, അതിനെപ്പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. ഞാൻ കോഴിക്കോട് എയർപോർട്ടിൽ നിന്നാണ് ഫ്ലൈറ്റ് എടുത്ത് വന്നത് ഇങ്ങോട്ടേക്ക്. കോഴിക്കോട് ടു ദുബായിലൊരു 5 hours ലേ ഓവർ ഉണ്ടായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് നേരെ വാസോ. ഇങ്ങനെയായിരുന്നു എൻ്റെ ജേണി. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ജേണി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ വോയിസ് ഓവർ ചെയ്യാം. അപ്പോൾ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് രാവിലെ ഒരു 7-7:30 ആകുമ്പോഴാണ് ഫ്ലൈറ്റ് എടുത്തത്. കുഴപ്പമൊന്നുമില്ലായിരുന്നു. വിൻഡോ സീറ്റാണ് കിട്ടിയത്. പിന്നെ ദുബായിയുടെ ഫ്ലൈറ്റ് ആയിരുന്നു. ദുബായിൽ ലേ ഓവർ, ദെൻ സ്ട്രേറ്റ് ടു വാസോ, അങ്ങനെയായിരുന്നു ഫ്ലൈറ്റ് പ്ലാൻ. ആൻഡ് കുഴപ്പമില്ലാത്ത ഫ്ലൈറ്റ് ജേണി ആയിരുന്നു. അത്യാവശ്യം നല്ല കംഫർട്ടൊക്കെ ഉണ്ട് സീറ്റൊക്കെ. പിന്നെ ചെറിയ പ്രൈസിനാണ് എനിക്ക് ടിക്കറ്റ് കിട്ടിയത്. ഓൾമോസ്റ്റ് 35,000 അടുത്തേ വന്നിട്ടുള്ളൂ. ആൻഡ് 40 kilo ലഗേജ് ഉണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, ഫ്ലൈറ്റിൽ കയറി അപ്പം ഞാൻ ഉറങ്ങും. അങ്ങനെ ഉറങ്ങി എണീച്ചപ്പോഴാണ് നമുക്ക് ഫുഡൊക്കെ കൊണ്ടുവന്നത്. എന്തൊരു പറാട്ടയുടെ ഒരു ഐറ്റം, എഗ് ബുർജിയും, പിന്നെ ഞാൻ ഒരു കോഫിയും കൂടെ പറഞ്ഞു. ഡൊമസ്റ്റിക്കായിട്ട് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇൻ്റർനാഷണലായിട്ട് ആദ്യമായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദുബായ് വരെയുള്ള ജേണി നല്ല രസമായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള കഥ വരുമ്പോൾ പറയാം. ആൻഡ് ഇപ്പോൾ ഇങ്ങനെ സ്ക്രീനിൽ നമുക്ക് ഓരോ ഇതൊക്കെ കാണിക്കും. പിന്നെ നമ്മുടെ കോഫിയൊക്കെ നല്ലതായിരുന്നു. ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച് എല്ലാവരും സാധാരണ ഫ്ലൈറ്റിലത്തെ ഫുഡൊന്നും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ അതുപോലെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. ബട്ട് എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും നല്ലതായിരുന്നു. ആൻഡ് പുറത്തൊക്കെ നല്ല കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ദുബായ് എത്തി നമ്മൾ. ആൻഡ് ദുബായ് എത്തുമ്പോഴേക്ക് നല്ല വെതർ, നല്ല എന്തൊരു ക്ലൗഡിയൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ലൊരു ടർബുലൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 4.5 മണിക്കൂറത്തെ ഫ്ലൈറ്റിന് ശേഷം നമ്മൾ ദുബായിലെത്തി. നല്ല രസമുണ്ടായിരുന്നു ദുബായ് എയർപോർട്ടൊക്കെ. അവിടെ ഒരു 5 hour ലേ ഓവർ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ലോഞ്ചൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്ന് വെബ് സീരീസൊക്കെ കണ്ട് അങ്ങനെയായിരുന്നു ഞാൻ ടൈം സ്പെൻഡ് ചെയ്തത്. അതിനുശേഷം പിന്നെ നമ്മൾ വാർസോയിലേക്കുള്ള ഫ്ലൈറ്റ് കയറി. ആൻഡ് ഇത്തവണ വിൻഡോ സീറ്റ് തന്നെയായിരുന്നു. കയറിയപാട് സ്ഥിരം നമ്മുടെ പരിപാടി പോലെ ഒന്ന് ഉറങ്ങി. ആൻഡ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡൊക്കെ വന്നു. കുഴപ്പമില്ലാത്ത ഫുഡ് തന്നെയായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയാണ് ബോറടി വരാൻ തുടങ്ങിയത്. ഏകദേശം ഒരു 6-7 മണിക്കൂറിൻ്റെ അടുത്തുണ്ടായിരുന്നു ഫ്ലൈറ്റ് ടൈം. ഒരു 3 മണിക്കൂറൊക്കെ ഉറങ്ങി. അങ്ങോട്ട് വീഡിയോ എടുക്കാനുള്ള മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 3 മണിക്കൂറൊക്കെ എങ്ങനെയൊക്കെ തള്ളി നീക്കിയെന്ന് എനിക്കേ അറിയുള്ളൂ. അങ്ങനെ ഒരു 7-7:30 ആകുമ്പോൾ നമ്മൾ വാർസോയിൽ ലാൻഡായി. ആൻഡ് അവിടെ എൻ്റെ ഏജൻറ്റ് എയർപോർട്ടിൽ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. റൂമിലേക്ക് വന്നു. ലഗേജൊക്കെ ഇവിടെ ഡ്രോപ്പ് ചെയ്ത് നമ്മളൊന്ന് പുറത്തോട്ട് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചിട്ടാണ് തിരിച്ച് റൂമിലെത്തിയത്.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലത്തെ കണ്ടൻസ് വേണമെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ